ഹലോ, അസ്സലാമു അലൈക്കും. ഇതാണ് ഞാൻ രാവിലെ എണീറ്റൊരു പണിയാണ് കോഴിക്ക് തിന്നാൻ കൊടുക്കൽ. ഞങ്ങളെ കൂടിൻ്റെ ഫസ്റ്റ് ഒരു ഗ്രില്ലുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ രണ്ടാമത്തെ ഗ്രില്ല്. അത് കണ്ട കമ്പൗണ്ടായിട്ട് വളച്ചിരിക്കുകയാണ്. അവൾ നിന്നെ കാത്ത് നിൽക്കുക അത് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെന്താ കേട്ട ചോറ് തലേദിവസത്തെ ഉണ്ടാവും, പിന്നെ ആട്ടിയ പുണ്ണാക്കൊന്നും കൊടുക്കൂല, അവിടെ ബില്ല് കൊടുക്കൂല, അത് ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് അത് കൊടുക്കും, കഞ്ഞിയുടെ അടിയിൽ കുഴച്ചിട്ട് അത് ഇട്ട് കൊടുക്കും. പിന്നെ ചോളത്തോറ് കുറച്ച് മേടിക്കും. കുറേ കോഴികളൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോൾ ആകെ 5 തന്നെ ഉള്ളൂ. അതിൽ പിന്നെ ഒരു ചേവലും പിന്നെ വലിയ ഗിരിരാജയാണ് ഇത്. പിന്നെ ഒന്ന് കുട്ടി വിരിച്ചിറങ്ങി, 2 വിരിച്ചതിലത്തെ ഒന്ന് ചത്തു, പിന്നെ ബാക്കി ഒന്നുള്ളതാണത്. ഒരാൾ മുട്ടയിൽ ചീറി കിടക്കുകയാണേ. ചീറി കിടക്കുകയല്ല, മുട്ട ഇട്ടാൽ അവൾ അതിൻ്റെ മേലെ പോയി കിടക്കും, ചീറി കിടക്കുക. അത് ഈ എന്താണ് ഫ്യൂഡിൽ കോഴി പ്രേതക്കോഴി എന്ന് പറയുന്നതാണ്. അതാണ് 37 അതിൻ്റെ ഔട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടില്ല. മുട്ട വെച്ച് കൊടുക്കുക, ഒരു 6 ആവട്ടെ വെച്ചിട്ടാണ് കോഴിമുട്ട വെച്ച് കൊടുക്കാൻ, ബിരിയാൻ വെക്കാൻ. അപ്പം ഞാനത് എടുത്തിട്ട് വരും. നല്ലതാണ്, നമ്മളെ വീട്ടിലത്തെ ചോറ് ബാക്കിയുള്ളതും അതുപോലെ മീൻ നേരാക്കിയതൊക്കെ ഇട്ട് കൊടുക്കും. അവരെല്ലാതും കഴിക്കും, എല്ലാ പച്ചക്കറിയും കഴിക്കും. ഞാൻ പഴത്തിൻ്റെ തോലൊക്കെ ഇട്ട് കൊടുത്താൽ കഴിക്കും. ഇതിപ്പോൾ ഞാൻ എന്ത് വെള്ളമൊക്കെ ദിവസം നിറച്ച് കൊടുക്കും. അപ്പോൾ നമ്മളെ വീട്ടിലേക്കുള്ള മുട്ട കിട്ടുമല്ലോ, ആവശ്യമുള്ള മുട്ട. അപ്പോൾ കോഴിനെ എല്ലാവരും വളർത്തുക നോക്കുക. ഇതുപോലെ മുട്ട കിട്ടിയാൽ നല്ലതല്ലേ.